ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കണ്ടൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ കിവി ക്രെഡിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് അറിയാം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ആക്സിസ് ബാങ്ക് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവർ കിവി ക്യൂക്ക് ക്രെഡിറ്റ് കാർഡ്, അതായത് UPI ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് അത്യാവശ്യം കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, ഒരു അത്യാവശ്യം നല്ലൊരു എന്താ പറയുക UPI ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറയാവുന്ന ഒരു കാർഡായിരുന്നു. ലൈഫ് ടൈം ഫ്രീ കാർഡായിരുന്നു. നമുക്ക് 2%, 3% ഒക്കെ നമുക്ക് ക്യാഷ് ബാക്ക് കിവി കോയിൻസ് ആയിട്ട് തിരിച്ചു കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ രണ്ടാമത്തെ ക്രെഡിറ്റ് കാർഡായിട്ട് ഇപ്പോൾ അവർ വന്നിട്ടുണ്ട്. അതായത് യെസ് ബാങ്ക് ആയിട്ടും ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് അവർ നമ്മുടെ കിവി നിയോൺ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് സെയിം നമ്മുടെ ക്യൂക്ക് ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെയാണ്, വെർച്വൽ കാർഡ് തന്നെയാണ്. 2% ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക്, നിയോ കോയിൻസ് ആയിട്ട് ക്യാഷ് ബാക്ക് സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നിയോൺ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ഇവർ FD കാർഡൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകണം. നിയോ സബ്സ്ക്രിപ്ഷൻ ഓൾറെഡി വന്നു, FD കാർഡ് ഇപ്പോൾ റീസെന്റ് ഇപ്പോൾ ലോഞ്ച് ആവാൻ പോകാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ നമ്മുടെ 2 ചാനൽസും കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടുനോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. GHH വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, ടെക് വീഡിയോസ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ലിങ്ക് കാണിക്കാൻ താഴെ കൊടുത്തിട്ട് പേജ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറക്കണ്ട. ഒരു സംഭവമില്ല, എല്ലാ സംഭവവും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്, agenty.banksupport.in. നിങ്ങൾക്ക് അതിൽ കൂടെ ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാം. വിത്ത് അവർ റെഫറൽ ലിങ്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ ചാൻസ് കൂടുതലാണ്. അപ്പം മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ കിവി ക്യൂക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരൊന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ അവരുടെ രണ്ടാമത്തെ യെസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിയോൺ ക്രെഡിറ്റ് കാർഡ് എന്നാണ് പേര് വരുന്നത്. 2% ക്യാഷ് ബാക്ക് ആണ് ഇവർ പറയുന്നത് നമ്മുടെ കാർഡിൽ. അതുപോലെ തന്നെ ഇവർ അതിന്റെ കൂടെ തന്നെ നിയോൺ സബ്സ്ക്രിപ്ഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു കിവി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നിയോൺ സബ്സ്ക്രിപ്ഷൻ എക്സ്ട്രാ എടുക്കാം. അത് എടുത്താൽ ഗുണം എന്താ വെച്ചാൽ നമുക്ക് കുറേ റിവാർഡ് പോയിന്റ്സും അതുപോലെ തന്നെ എയർപോർട്ട് ലോഞ്ചേഴ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കിവിയുടെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ നിയോൺ സബ്സ്ക്രിപ്ഷൻ എടുക്കണമെങ്കിൽ കൊല്ലത്തിൽ നിങ്ങൾക്ക് 999 ചാർജ് കൊടുക്കണം. നമുക്ക് അത്യാവശ്യം ഒരു എൻട്രി ലെവൽ ഒരു ആവറേജ് കാർഡിന്റെ ചാർജ് വരും, ആനുവൽ ചാർജ് ആയിട്ട് വരും. പക്ഷേ നിങ്ങളിപ്പോൾ കിവിയുടെ ഫസ്റ്റ് ടൈം യൂസർ ആണ്, നിങ്ങൾ കിവി നിയോൺ കാർഡാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടി അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിയോൺ സബ്സ്ക്രിപ്ഷൻ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഗുണങ്ങൾ ഞാൻ ആദ്യം പറയാം. നിയോൺ സബ്സ്ക്രിപ്ഷന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞുതരാം. ഫ്ലാറ്റ് 2% ക്യാഷ് ബാക്ക് നമുക്ക് സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ കിട്ടുന്നുണ്ട്. 5% ക്യാഷ് ബാക്ക് ഓൺ ഇപ്പൊ നമ്മൾ ആനുവൽ സ്പെൻഡ് ഓഫ് ₹1.5 lakh ആയിക്കഴിഞ്ഞാൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. എയർപോർട്ട് ലോഞ്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ക്യാഷ് ബാക്ക് പ്ലാൻസും ഒരു സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾ 50,000 രൂപ ആനുവലി സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 3% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1 lakh up to 1 lakh സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ആനുവൽ സ്പെൻഡ് 1.5 lakh ചെയ്യുമ്പോൾ 5% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ മൈൽ സ്റ്റോൺ റിവാർഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നെക്സ്റ്റ് മന്താണ് ക്രെഡിറ്റ് ആവുക. അതുപോലെ തന്നെ അതിന്റെ വേറെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ നമ്മൾ നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ കിവിയുടെ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഭയങ്കര റിജക്ഷൻ റേറ്റ് കൂടുതലാണ്. അപ്ലൈ ചെയ്തതിന് ഒരു 100 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 90% ആൾക്കാർക്കും റിജക്ട് ആയിട്ടുണ്ടാവും. അത്ര അധികം റിജക്ഷൻ റേറ്റ് ഉള്ള സംഭവമാണ്. അപ്പോൾ അപ്രൂവൽ റേറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഓൾറെഡി ഒരു ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, യെസ് ബാങ്കിന്റെ കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. മാക്സിമം ഓൾറെഡി യൂസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നില്ല, ഭയങ്കര കുറവായിട്ട് കിട്ടുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഓൾറെഡി ഒരു 3 കാർഡൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കാർഡ്സുകൾ 2 കാർഡ് ഓൾറെഡി. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ആക്സിസ് ബാങ്കിന്റെ 3 കാർഡ് ഓൾറെഡി നിങ്ങളിലുണ്ട്, യെസ് ബാങ്കിന്റെ ഓൾറെഡി 2-3 കാർഡ് നിങ്ങളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകണ്ട, മാക്സിമം അത് അപ്രൂവൽ ആവില്ല കേട്ടോ. അപ്പോൾ അതാണ് കുഴപ്പം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെർച്വൽ കാർഡാണ് വരുന്നത്, ഫിസിക്കൽ കാർഡൊന്നും വരുന്നില്ല. ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് യെസ് ബാങ്കിന്റെ സൈഡിൽ നിന്ന് വരുന്ന റിവാർഡ് പോയിന്റ്സ് നമുക്ക് ഇതിൽ അപ്ലിക്കബിൾ ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ സ്പെൻഡ് സംഭവങ്ങളൊക്കെ ചെയ്യുമല്ലോ, UPI അല്ലാണ്ട് ഓൺലൈൻ സ്പെൻഡുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 points ഓൺ എവരി 200 rupees സ്പെൻഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതും കൂടാണ്ട് നമുക്ക് 4 കിവി പോയിന്റ്സും എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതൊരു നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. കിവി പോയിന്റ്സ് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് 4 കിവി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ₹1 അതാണ് ഇന്ത്യൻ വർത്ത് വരുന്നത്. 1 കിവി എന്ന് പറഞ്ഞ് 0.25 പൈസയാണ് വരുന്നത്. അപ്പോൾ അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നല്ല കാർഡാണ്. ഞാൻ എന്തായാലും ആക്സിസ് ബാങ്കിന്റെ അപ്ലൈ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ നമ്മുടെ യെസ് ബാങ്കിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും സംഭവങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. നമ്മുടെ സെറ്റപ്പിന്റെ റെഫറൽ ലിങ്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും, മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓൾറെഡി യെസ് ബാങ്കിന്റെ ആക്സിസ് ബാങ്കിന്റെ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പോകണ്ട. മാക്സിമം കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. എന്താ വെച്ചാൽ ഈ സാധനത്തിന് ഭയങ്കര റിജക്ഷൻ റേറ്റാണ്. എന്താ വെച്ചാൽ ഭയങ്കര സിബിൽ സ്കോർ ഉള്ളവർക്കും 800, 850 സിബിൽ സ്കോർ ഉള്ളവർക്കും
ഉള്ളവർക്കൊക്കെ സാധനം സൂപ്പറായിട്ട് ഇൻസ്റ്റന്റ് റിജക്ഷൻ ആവുന്നത്. അപ്പൊ കുറെയൊക്കെ ഇവര് മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ ഇവര് ഭയങ്കരമായിട്ട് ഇതിനെ മാർക്കറ്റ് ചെയ്തിട്ട് ഒരു ബൂം ക്രിയേറ്റ് ചെയ്തിട്ട് ഭയങ്കര മാക്സിമം ആൾക്കാരെ റിജക്ട് ചെയ്തിട്ട് ഭയങ്കര ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സാധനം പക്ഷെ നല്ല കാരണമാണ്, പക്ഷെ എങ്ങനെ റിജക്ഷൻ റേറ്റ് ഞാൻ നമുക്ക് നിങ്ങൾ അറിയായിരിക്കും. ഇപ്പോൾ നമുക്ക് കുറെ അത്യാവശ്യം ഒരു മാസത്തിൽ ഒരു 3 ടൈം റിജക്ഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിബിലിനെ എഫക്ട് ചെയ്യും. അപ്പോൾ അതൊരു ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ എന്താ പറയാ ഈ യെസ് ബാങ്കിന്റെ വേറൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, ANQ കാർഡ്. ഞാൻ മുമ്പ് നമ്മൾ അതിന്റെ ആപ്പിനെ കുറിച്ചൊക്കെ വീഡിയോ തന്നത്, അതിന്റെ കാർഡിലുണ്ട്. ആ സാധനത്തിന് ഇതേപോലെ തന്നെയാണ്, ഭയങ്കര റിജക്ഷൻ റേറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാർഡുകളൊന്നും അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവന്മാര് ഒരു ബൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് റിജക്ട് ചെയ്യുന്നുണ്ട്. ഇത് കിട്ടാൻ പാടാണ്, അങ്ങനത്തെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ആൾക്കാർക്ക് റിജക്ഷൻ ആവുന്നുണ്ട്. അപ്പോൾ കണ്ണും പൂട്ടി അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പോകണ്ടാട്ടാ. അപ്പൊ ഇതാണ്, അത് നമ്മളൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഞാൻ ആക്ച്വലി ബ്രാൻഡിനോ സംഭവത്തിനൊന്നും എന്താ പറയാ ഡിഫെയിമോ സംഭവം ചെയ്യുന്നല്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത സംഭവത്തിൽ നിന്ന് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഇവരുടെ പേജിലോ സംഭവത്തിലൊക്കെ ഇതുപോലെ തന്നെ ഇതിന്റെ റിവ്യൂസ് കറന്ന പേജിലൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിന്റെ അത്ര അധികം അപ്രൂവൽ റേറ്റ് ഭയങ്കര കുറവാണ്, അതായത് ഭയങ്കര റിജക്ഷൻ ആണ്. കിവിയുടെ നമുക്ക് കമ്മ്യൂണിറ്റി പേജിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ഭയങ്കര റിജക്ഷൻ റേറ്റാണ്. അപ്പോൾ ഹൈ കാർഡുകളും അതുപോലെ തന്നെ ഹൈ സിബിൽ സ്കോറും നല്ല ഇൻകമും ഉള്ളവർക്ക് തന്നെ സുഖമായിട്ട് അവർ ഇൻസ്റ്റന്റ് ആയിട്ട് റിജക്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ചെക്ക് നോക്കാൻ മറക്കണ്ട, നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ യെസ് ബാങ്കിന്റെ ആക്സസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.